കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ മുന്നണിയെ ഏറെ സഹായിച്ച ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു. ധ്രുവ് റാട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇന്ത്യ മുന്നണിയെ സഹായിക്കാൻ വേണ്ടി വീഡിയോ പുറത്തിറക്കുന്നതല്ല, നേരെ മറിച്ച് അദ്ദേഹം വളരെ മുമ്പ് തന്നെ ചെയ്തിരുന്ന വീഡിയോകളുടെ തുടർച്ച അത് ആ മുന്നണിയെ വളരെയധികം സഹായിച്ചു എന്നുള്ളതാണ്. അതായത് BJP ഗവൺമെൻറ്റിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ ഫാക്ച്വലായി വിമർശനം ഉന്നയിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ, ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള വീഡിയോ, നിരവധി ആളുകൾ, കോടാനുകോടി ജനങ്ങൾ കണ്ടതിൻ്റെ കൂടി ഫലമായാണ് വലിയ മോശമല്ലാത്ത ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചത് എന്നുള്ള വ്യാഖ്യാനമുണ്ട്. ഇപ്പോൾ ധ്രുവ് റാട്ടിയുടെ പുതിയൊരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. അത് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് കട്ടെടുക്കുകയായിരുന്നു എന്ന് അദ്ദേഹം അതിൽ വ്യക്തമാക്കുകയാണ്. 6 കാരണങ്ങൾ അദ്ദേഹം അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് അവിടെ ഇന്ത്യ മുന്നണിക്ക് അമ്പെ പരാജയപ്പെടേണ്ടി വന്നത്, BJPക്ക് JDUവിന് മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ച ആയിക്കൊണ്ടിരിക്കുകയുമാണ്. അജിംസ, ഇതിലിപ്പം രാഹുൽ ഗാന്ധി ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2ാമത്തെ വാർത്താസമ്മേളനം വരികയും വാർത്താസമ്മേളനത്തിൽ ഈ വോട്ട് ചോരിയെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയത്. അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ബീഹാറിലും ഇത് വരാനിരിക്കുന്നു എന്ന്. അത് സത്യമാണ് എന്ന് തോന്നിക്കുന്നതാണോ ധ്രുവ് റാട്ടിയുടെ ഈ വീഡിയോ? അല്ല, ഈ ബീഹാറിൽ എന്ത് ഫലം ഉണ്ടാകും എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുണ്ട്. ബീഹാറിൽ ഇന്ത്യ മുന്നണിയോ അല്ലെങ്കിൽ ഈ മഹാഗഠബന്ധനോ ജയിക്കാനേ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ അദ്ദേഹം അവസാനിക്കുന്നത്. ബീഹാറിൽ ഇത് ആവർത്തിക്കാൻ പോവുകയാണ്. എന്താണ് ഹരിയാനയിൽ നടന്നത് അത് തന്നെ ബീഹാറിലും ആവർത്തിക്കും എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അതായത് ഞങ്ങൾ തോൽക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ എന്നാണ് അദ്ദേഹം നേരത്തെ തന്നെ തുറന്നു പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ പരാതിപ്പെടുന്നില്ല? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോടതി നടപടികളിൽ നിന്ന് വിമുക്തമായിക്കൊണ്ടുള്ള നിയമ ഭേദഗതി നടന്നു കഴിഞ്ഞു 2023 തന്നെ. പുതിയ നിയമത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നമുക്ക് കോടതി പോയിട്ട് കാര്യമില്ല. അപ്പോൾ ആർക്കെതിരെയാണ് ഈ തെരഞ്ഞെടുപ്പ് കേസ് പോകാം, ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കേസ് പോകാമെന്നല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരെ നടത്തുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്ന SIR ഉൾപ്പെടെ വോട്ട് ചോരിയിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്നാണ് ആരോപണം. അപ്പോൾ ഈ ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി പോകും. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോടതി പോകാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. എന്ന് മാത്രമല്ല, SIR-നെതിരായിട്ടുള്ള കേസ് ധ്രുവ് റാട്ടി ഈ വീഡിയോയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. SIR-നെതിരായിട്ടുള്ള കേസ് ഹർജിയിൽ വാദം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. വാദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 1ാം ഘട്ടം വരുന്നു, വാദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 2ാം ഘട്ടം വരുന്നു, വാദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ റിസൾട്ട് വരുന്നു, ഇപ്പോഴും വാദം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SIR കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതെന്നിരിക്കെ കോടതി പോലും അതിൽ മ്യൂട്ട് സ്പെക്ടേറ്ററായി നിൽക്കുകയാണ് എന്നാണ് ധ്രുവ് റാട്ടി പറയുന്നത്. ഇത് പുതിയ കാര്യങ്ങളല്ല. ധ്രുവ് റാട്ടി ആ വീഡിയോയിൽ പുതിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി എന്താണോ പറഞ്ഞു വെച്ചത് അത് തന്നെയാണ് ധ്രുവ് റാട്ടി പിന്നീട് പറയുന്നത്. ഇതിലൊരു പ്രശ്നം ഇനി അടുത്തത് എന്ത് എന്ന് പറയുന്നത്, വാട്ട് നെക്സ്റ്റ്? അടുത്ത് ബംഗാൾ, അസം, കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയാം BJPയുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ബംഗാളാണ്. ബംഗാളിൽ മമത എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മമത പറയുന്നു ഇവിടെ വന്നിട്ട് ഈ കളി കളിച്ചാൽ, ബീഹാറിലെ കളി ബംഗാളിൽ കളിച്ചാൽ ഞാൻ നാട്ടിൽ സ്വൈര്യം തരില്ല, ഇന്ത്യ ഒട്ടാകെ കടന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് BJP. അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല. അതായത് അവിടെ കോൺഗ്രസ് ദുർബലമാണ്, CPM ദുർബലമാണ്. അവിടെയുള്ളത് തൃണമൂൽ കോൺഗ്രസും BJP തമ്മിലുള്ള നേരെയുള്ള പോരാട്ടമാണ്. രാഹുൽ ഗാന്ധി കാര്യമായ റോളില്ലാത്ത സ്ഥലമാണ് ബംഗാൾ. ഇപ്പോൾ ബീഹാറിൽ നടന്നതുപോലെ ഒരു വ്യാപകമായ പ്രചാരണം രാഹുൽ ഗാന്ധി അവിടെ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ അതിനേക്കാൾ വലിയ സ്റ്റാർ ക്യാമ്പയിനർ മമതയാണ്. മമതയ്ക്ക് ഒറ്റയ്ക്ക് നയിക്കേണ്ടി വരുന്ന യുദ്ധമാണ് ബംഗാളിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അവരെന്താ പറയുന്നത്? അവർക്കറിയാം ബീഹാറിൽ നടക്കാൻ പോകുന്നത് ബംഗാളിൽ നടക്കുകയാണ്. ഒരുപക്ഷെ ബീഹാറിനേക്കാൾ സമർത്ഥമായി ബംഗാളിൽ ഈ പറയുന്ന സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ സാധിച്ചേക്കും. അവിടെ അധികാരം പോയി കഴിഞ്ഞാൽ, അവിടെ ഒരു വട്ടമെങ്കിലും BJP വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പാർട്ടിക്ക് അവിടെ തിരിഞ്ഞു നോക്കാൻ കഴിയില്ല. അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. എന്ന് മാത്രവുമല്ല, SIR അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. SIR-ൽ ഒരുപക്ഷെ ബീഹാറിനേക്കാൾ കൂടുതൽ ഒഴിവാക്കപ്പെടുന്ന പ്രിസൈസ്ലി ഒഴിവാക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുള്ള സ്ഥലം ബംഗാൾ തന്നെയായിരിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അവർക്ക് പിന്നീട് വോട്ടവകാശം തിരികെ കിട്ടുമെന്നുള്ളത് മാത്രമല്ല ബംഗാളിലെ പ്രശ്നം. അവരെ പൗരത്വം ഇല്ലാതെയും ഡീപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് അസമിലും അങ്ങനെ തന്നെയാണ്, ബംഗാളിലും അത് തന്നെയാണ്. അത് കുറേ കൂടി ഗുരുതരമാണ്. ബീഹാറിനേക്കാൾ കുറേ കൂടി ഗുരുതരമാണ് ബംഗാളിലെയും അസമിലെയും കാര്യം. മമതയ്ക്ക് ഇത് മനസ്സിലായി. ബീഹാർ തെരഞ്ഞെടുപ്പ് മമത മനസ്സിലായി. മമത നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ നാടൊട്ടുക്കും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അവർ BJPയെ തിരിച്ച് സമ്മർദ്ദത്തിലാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ വഴിയില്ല അവർക്ക്. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യത്തിൽ ഇനി അടുത്ത് ബംഗാളാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം ഇത് ഭയങ്കരമായിട്ട് ഫ്രാഗ്മെൻറ്റഡ് ആണ്. ഒന്ന്, അത് ഈ ഇന്ത്യ മുന്നണി തന്നെ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായൊരു
മുന്നേറ്റം ഇനി ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത്രയും ചെയ്തു വെച്ചു. ഇനി മഹാരാഷ്ട്ര ഫയൽസ് വരാനുണ്ട്, ഹരിയാന ഫയൽസാണ് വരുന്നത്, മഹാരാഷ്ട്ര ഫയൽസ് വരാനുണ്ട്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൂടുതൽ വിവരങ്ങൾ വരാനുണ്ട്. ഇനി പുറത്തു വന്നില്ല, ഇനി ഹൈഡ്രജൻ ബോംബ് ഇനി ബാക്കിയുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്ത് ബോംബ് വന്നാലും ആളുകൾക്ക് ഇത് മനസ്സിലായാലും ഇതിനെതിരായിട്ടുള്ളൊരു യോജിച്ച പോരാട്ടം എന്നുള്ളത് ഇനിയും സാധ്യമായിട്ടില്ല. അത് ഇന്ത്യ മുന്നണിക്ക് തന്നെ സാധ്യമായിട്ടില്ല. ഏറ്റവും നല്ല ഉദാഹരണം CPM ആണ്. CPM ഇന്ന് ഭരണമുള്ള കേരളത്തിൽ തന്നെ ഈ വോട്ട് ചോരി നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു. തൃശ്ശൂരിൽ കേരളത്തിലെ CPM അതൊരു രാഷ്ട്രീയ പ്രശ്നമേ അല്ല, അവർക്കത് രാഷ്ട്രീയ പ്രശ്നമേ അല്ല എന്നുള്ളിടത്തും, അത് ദേശീയ നേതൃത്വം പോലും അത് കാര്യമായിട്ട് വകവയ്ക്കുന്നില്ല എന്നുള്ളിടത്തും, ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന CPM പോളിറ്റ് ബ്യൂറോയുടെ കമ്മ്യൂണിക്കയിൽ വോട്ട് ചോരിയേക്കാൾ മറ്റ് കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാവും. അപ്പോൾ ഒരു യോജിച്ച പോരാട്ടത്തിന് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോഴും ശക്തിയില്ല, അവർ ഒറ്റക്കെട്ടല്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു. മറ്റൊന്ന്, ഈ ഒരു ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്, ഒരു വെല്ലുവിളിയാണ് ഇപ്പോഴുള്ളത്. ധ്രുവ് റാട്ടി ആ വീഡിയോ അവസാനിപ്പിക്കുന്ന അവിടെയാണ്. ഈ വെല്ലുവിളി എങ്ങനെ മറികടക്കും, ആ ചോദ്യം വോട്ടർമാർക്ക് ഇട്ടുകൊടുത്തുകൊണ്ടാണ് ധ്രുവ് റാട്ടി ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അത് ഇനി ജനങ്ങൾ ചെയ്യേണ്ടതാണ്, രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സിവിൽ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, അത് പറയുമ്പോൾ ഈ നേപ്പാളിലെ പോലെ ജൻസി കലാപം അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇന്ത്യയിൽ അതുണ്ടാവുക. എല്ലാ രാജ്യത്തും പല രാജ്യങ്ങളും പല രീതിയിലായിരിക്കും അതിൻ്റെ സ്വഭാവം. ഒരു സിവിൽ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമാന്തരമായ, അത് രാഷ്ട്രീയ പാർട്ടികളെ ആശ്രയിക്കാതെ ജനങ്ങൾ തന്നെ ഈ പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സമരരംഗത്തേക്ക് വരുന്ന, ഈ സമരം എന്ന് പറഞ്ഞാൽ ചെറിയ സമരമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏതോ അർത്ഥത്തിൽ അക്കൗണ്ടബിൾ ആക്കാനുള്ള സമരമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടനയെ തന്നെ മാറ്റുന്ന, അവരെ നിയമിക്കാനുള്ള നിയമത്തിൻ്റെ ഭേദഗതി ആവശ്യപ്പെടുന്ന സമൂലമായൊരു പരിവർത്തനത്തിന്, ഒരു സമ്പൂർണ്ണ ക്രാന്തികാരി എന്നൊക്കെ പറയുന്നത് പോലെ അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടുപോലുള്ള ഒരു സിവിൽ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഉയർന്നു വരാതെ ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവും തോന്നുന്നില്ല. അതർവൈസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ത്യ സഖ്യം ഇതൊരു രാഷ്ട്രീയ അജണ്ടയായി, അവർ തെരഞ്ഞെടുപ്പ് മത്സരിക്കുക എന്നതിനപ്പുറം അവരുടെ എക്സിസ്റ്റൻഷ്യൽ പ്രശ്നമായതിനെ കണ്ടുകൊണ്ട് അവർ കൈമൈ മറന്ന് ഒരുമിച്ച് രംഗത്തേക്ക് വരണം. അതല്ലെങ്കിൽ അങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ജനങ്ങളുടെ ഒരു മൂവ്മെൻറ്റാണ്. അങ്ങനെ ഒരു മൂവ്മെൻറ്റിലൂടെ മാത്രമേ മാറ്റം ഉണ്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഈ SIR ആരോപണങ്ങളുടെ കാറ്റുപോയി എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ കേട്ടത്. പക്ഷേ ഈ ധ്രുവ് റാട്ടിയുടെ ഈ വീഡിയോ കൂടി വരുന്നതോടുകൂടി അതിനൊരു മാറ്റം വരികയാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് വീണ്ടും തോന്നിപ്പിക്കുന്നതാണ്. അല്ല, സത്യത്തിൽ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ധ്രുവ് റാട്ടിയുടെ ഇന്നത്തെ വീഡിയോയിൽ രാഹുൽ ഗാന്ധി പറയാത്തതായിട്ടുള്ള സംഗതികളൊന്നുമില്ല. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഈ സ്പെഷ്യൽ ട്രെയിനിൽ ആളുകളെ കൊണ്ടുവന്നു, അത് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ്. പിന്നെ ഒരേ നേതാക്കന്മാർക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട്, അത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകളെല്ലാം നശിപ്പിച്ച് കളയുകയും പരാതികൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധി കൊണ്ടുവരികയും തെളിവുകളടക്കം അവതരിപ്പിച്ചിട്ടുള്ള വിമർശനമാണ്. അപ്പോൾ അതിൽ പുതുതായി എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാൻ വയ്യ. അപ്പോൾ ധ്രുവ് റാട്ടി കൂടി ഇത് പറയുന്നതോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് അത് എത്തും എന്നാണ്. രാഹുൽ ഗാന്ധി പറയുന്നതിനേക്കാളും വേറൊരു കമ്മ്യൂണിറ്റിയിലേക്ക് അത് എത്തും എന്നാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് മാത്രവുമല്ല, കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇദ്ദേഹം കുറച്ചധികം തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇത് 10,000 രൂപയുടെ 10,000 രൂപ, അതും ഈ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളൊന്നാണ്. അതായത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് വനിതകൾക്ക് 10,000 രൂപ പ്രഖ്യാപിക്കുക എന്ന് വെച്ചാൽ ബീഹാർ പോലെ സാമ്പത്തികമായി മനുഷ്യർ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന, ധനസുമ അതോടൊപ്പം വെച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ദിവസം 50 രൂപയ്ക്കൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അവരിൽ പെട്ട സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഒരു ദിവസം 10,000 രൂപ ഒറ്റയടിക്ക് അയച്ചു കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ബാലൻസ് വേറെ ലക്ഷങ്ങൾ വരാനുണ്ട്, അത് ഞങ്ങൾ വന്നാലേ കിട്ടൂ എന്ന് മോഹിപ്പിക്കുക. സ്വാഭാവികമായിട്ടും ആളുകൾ വോട്ട് ചെയ്യുമല്ലോ. ഈ പൈസ കിട്ടിയ വനിതകളെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുക. അപ്പോൾ അവർ അതിനകത്ത് എങ്ങനെയാണ് പാർട്ടി വർക്കേഴ്സിനെ പോലെ പ്രവർത്തിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കാര്യം പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന് മുൻപ് പ്രഖ്യാപിച്ച പദ്ധതി, പക്ഷേ പൈസ കൊടുത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷമാണ്. അതിൽ തന്നെ ഇന്ത്യയിലാകമാനം തെലങ്കാനയിലും തമിഴ്നാട്ടിലുമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഫ്രീബീസ് പരിപാടികളെ തടഞ്ഞു വെച്ച അനുഭവമുണ്ട്. ഇവിടെ പക്ഷേ ഒരു വിരുദ്ധ സമീപനം സ്വീകരിച്ചു എന്നൊരു ആക്ഷേപം. അപ്പോൾ ഇതെല്ലാം ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നേരത്തെ തന്നെയും ഓൾറെഡിയും രാഷ്ട്രീയ പാർട്ടികൾ തന്നെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മഹാഗഡ്ബന്ധൻ പാർട്ടികൾ തന്നെയും മുന്നോട്ട് വെച്ച ഇഷ്യൂസ് തെളിവുകൾ സഹിതം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്, എന്നിട്ട് അതിന് തുടർച്ച ഉണ്ടാക്കാൻ കഴിയാത്തത് എന്താണ്? അതൊരു പ്രധാന കാര്യമുള്ളതെന്ന് ചോദിച്ചാൽ, മഹാഗഡ്ബന്ധനിലെ നേതാക്കൾക്ക് അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും കൂടി പറഞ്ഞു, കണ്ടോ, കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങളും മാധ്യമ വിശകലന വിദഗ്ധരും എല്ലാം പറഞ്ഞത് അത് വോട്ട് ചോരിയല്ല, തട്ടിപ്പല്ല, മറിച്ച് അതിന് തട്ടിപ്പെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള തട്ടിപ്പാണ്. ഒന്ന്, ആളുകൾക്ക് നേരിട്ട് കൈക്കൂലി കൊടുക്കുന്ന പോലെ പൈസ കൊടുക്കുക തലേ ദിവസം, അത് തട്ടിപ്പാണ്. 2, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മൗനാനുവാദം, ഈ പറഞ്ഞ ആളുകളെ കൊണ്ടുവരിക, ട്രെയിനിൽ കൊണ്ടുവരിക, ഇതൊക്കെ ഗുരുതരമായ തെറ്റാണ്. ഇതെല്ലാം നടന്നിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ 200 സീറ്റ് എന്ന് പറയുന്ന സംഗതി ചെറിയ കാര്യമാണോ? അപ്പോൾ അതിലേക്ക് എത്തിയത്
ഇലക്ഷൻ ടാക്ടിക്സ് പഠിക്കാത്തതിൻ്റെ, അല്ലെങ്കിൽ താഴെത്തട്ടിലെ ജാതി സമവാക്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കാത്തതിൻ്റെ, തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങൾ സൃഷ്ടിക്കുന്നതിലെ അവരുടെ വീഴ്ച എന്നൊക്കെ പറഞ്ഞ് വിശകലനം നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് സംഘടനാ സംവിധാനം ഇല്ലാത്തതിൻ്റെ, എല്ലാ ഗ്രാമമേഖലകളിലും കൊടി പറത്താൻ കഴിയാത്തതിൻ്റെ പ്രശ്നമാണെന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തെ നേതാക്കളെ പോലും ഈ നരേറ്റീവ് പതിയെ സ്വാധീനിച്ചു തുടങ്ങി. നമ്മളെ കൊണ്ട് പറ്റുകയില്ല, നമ്മൾക്ക് എന്തൊക്കെയോ തെറ്റുപറ്റി പോയിരിക്കുകയാണ് എന്ന് തോന്നി തുടങ്ങിയ നേതാക്കളും ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ്, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട്, ലല്ലുവിൻ്റെ മകൻ തേജസ്വി യാദവ് പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. എന്നതിന് ശേഷം അവർക്കൊരു തുടർച്ച ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു മൂവ്മെൻ്റ് അതിൽ സൃഷ്ടിക്കാൻ കഴിയാത്തത്? അപ്പോൾ അതിൽ എല്ലായ്പ്പോഴും ഈ ബ്രേക്ക് എടുക്കുന്നത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള വിമർശനം എന്താണ്? അദ്ദേഹം ഒരു ഘട്ടത്തിൽ വളരെ ആഞ്ഞ ഒരു പരിപാടിക്ക് വേണ്ടി നിൽക്കും, വലിയ തോതിലുള്ള ബഹളങ്ങൾ ഉണ്ടാക്കും, വാർത്താ സമ്മേളനം നടത്തും. പിന്നെ അതിൻ്റെ ഒരു രാഷ്ട്രീയമായ തുടർച്ചയ്ക്ക് അദ്ദേഹം നിരന്തരമായി എൻഗേജ് ചെയ്യുന്നത് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബീഹാറിൻ്റെ തോൽവിക്ക് ശേഷം പിറ്റേന്ന് മുതൽ ഈ ദിവസം വരെ എത്ര പ്രതിപക്ഷ പാർട്ടികളുടെ ശബ്ദം കേട്ടു? ഇത്ര നഗ്നമായ അഴിമതിയുടെ, തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ, ക്രമക്കേടുകളുടെ വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ടായിട്ട് മാധ്യമങ്ങളിൽ ചിലത് അതിനെക്കുറിച്ച് ഏറ്റുപറഞ്ഞിട്ട് അതിനെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി പരിവർത്തിപ്പിക്കാൻ അവരെന്ത് പണിയെടുത്തിട്ടുണ്ട്? ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ എന്ത് പണിയെടുത്തിട്ടുണ്ട്? അവർ നിരാശപ്പെടുകയാണ്. ഓരോ തോൽവിയും നിരാശപ്പെടുകയും അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. കാരണം ഇത് 100 വർഷം കൊണ്ട് ഇന്ത്യയുടെ ആത്മാവിലേക്ക് കുത്തിച്ചെലുത്തിയ ഒരു പ്രത്യയശാസ്ത്രം അതിൻ്റെ അധികാര രൂപമായിട്ട് നിൽക്കുകയാണ്. അതതിൻ്റെ സകല സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി അധികാരം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അതിനോട് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന സഖ്യങ്ങൾ കൊണ്ടോ, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കൊണ്ടുവരുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ടോ ഒന്നും പറ്റില്ല. അതിന് ദീർഘദൂര പണിയെടുക്കണം, അതിന് വിശ്രമമില്ലാതെ പണിയെടുക്കണം. അപ്പോൾ ആ പണിയിലേക്ക് പോകാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല, പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയുന്നില്ല എന്നതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് പുതിയ കാര്യമല്ല, നമ്മൾ എത്രയോ എപ്പിസോഡുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ടീമും മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ചെയ്യേണ്ട കാര്യം ചോദിച്ചാൽ ഇത് അവരുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മമതാ ബാനർജിയുടെ ആദ്യം കാണുമ്പോൾ മനസ്സിലാക്കും ഇത് അതിജീവനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിന് നിന്ന് കൊടുത്താൽ, ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ശങ്കരാടി സിനിമയെ പറഞ്ഞ പോലെ, ഇപ്പോൾ നിങ്ങൾ ഈ ഭൂതത്തെ പേടിച്ചാൽ ഒരു കാലത്തും നിനക്ക് അവരെ വീട്ടിൽ നിറക്കിടാൻ പറ്റില്ല എന്ന് സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഈ ഭൂതത്തെ പേടിച്ചാൽ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒച്ചപ്പാടുകളും വിശകലന വിദഗ്ധരുടെ വ്യാജങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോയാൽ നിങ്ങൾക്ക് ഇതിന് തുടർച്ച ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളുടെ ബോധ്യം എന്താണ്? നിങ്ങൾക്ക് ഒരു ഫെയർ പ്ലേ കിട്ടുന്നില്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാന്യമായി ഈ കളിത്തട്ടിൽ കളിക്കാൻ കഴിയുന്നില്ല എന്ന വിശ്വാസക്കുറവുണ്ടെങ്കിൽ ആ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ അചഞ്ചലമായി പോരാടണം. അങ്ങനെ ഇറങ്ങി തിരിച്ചാലല്ലാതെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? തെരഞ്ഞെടുപ്പ് നിൽക്കാനാണ്. തെരഞ്ഞെടുപ്പ് നിൽക്കുന്നതിനാണ്? ജയിക്കാനാണ്. ജയിക്കുന്നതിനാണ്? അധികാരത്തിന് വേണ്ടിയാണ്. ആ ബോധ്യം അവർക്കുണ്ടാവണം. ബാക്കി ഇപ്പം നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ പ്രവർത്തനം വിഫലമായ എന്തോ അധ്വാനം മാത്രമാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. ഗുണമുണ്ടാവണമെങ്കിൽ നിങ്ങൾ മെയിൻ ഇഷ്യൂ എന്താണോ ആ ഇഷ്യൂ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനമായിട്ട് ഇത് അവസാനിക്കും. പിന്നെ അടുത്ത ഘട്ടത്തിലാണ് ജനത്തിന് വരാനുള്ളത്. ജനങ്ങളുടെ പദയാത്ര പിന്നെയും കുറേ വായിക്കും. കാരണം അതിൻ്റെ മാക്സിമത്തിലെത്തിയതിനു ശേഷമേ ലോകത്തെല്ലായിടത്തും ജനങ്ങളുടെ മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളൂ. പ്രതിപക്ഷത്തെ കക്ഷികൾക്ക് അധികാരത്തിൽ വരണമെങ്കിൽ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളും പ്രകടന പത്രികകളും മാത്രമല്ല, എടുക്കേണ്ട പണി വേറെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞാലേ പറ്റൂ. അല്ലെങ്കിൽ അവർ തോൽവികൾ വീണ്ടും വീണ്ടും അവർക്ക് ആസ്വദിക്കേണ്ടി വരും.